കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കേസോ കട്ടൻ ചായ. എന്താ ഇത് തെളിനീരോ? തെളിഞ്ഞു കിടക്കണല്ലോ. മധുരം ഇട്ടായിരുന്നോ? ஆமா கொஞ்சம் தான் போட்டிருக்கேன். ചൂട് பாகமா தான் இருக்கு. പാകമോ ഇതോ? உனக்கு தானே சூடு நல்லா பிடிக்கும். പക്ഷെ കടുപ്പില്ല കേട്ടോ. நீ தானே சொன்ன லைட் டீ வேணும்னு. ഇത്രയും ലൈറ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. உனக்கு வேற ஏதா வேணுமாடா? വേണ്ട ആന്റി. கேசு நீ சாப்பிடல சாப்பாடு எடுக்கட்டா? വേണ്ട ആന്റി. அப்படின்னா நான் வேற ஏதாவது ஸ்நாக்ஸ் எடுக்கட்டா? വേണ്ട. என்னடா இது, ஏதாவது சொல்லுடா. ആന്റി ഞാൻ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ, ഇത് കഴിഞ്ഞിട്ട് പോരെ? நான் டிஸ்டர்ப் செய்யறேனா? அப்படின்னா நான் டிஸ்டர்ப் செய்யல, நான் போறேன். നല്ല കാര്യം. உனக்கு ஏதா வேணுமா சித்து? എനിക്ക് യഥാവതും വേണ്ട ആന്റി. ഓ പടവലത്തെ കണക്കപ്പിള്ള കണക്ക് നോക്കുക. അങ്ങനൊന്നും ഇല്ലല്ലേ, എന്നാലും കണക്ക് നമ്മള് നോക്കണ്ടേ, അല്ലേ ശരിയാവൂലല്ലോ. എടാ ഇങ്ങനെ പേപ്പറിൽ കുത്തിക്കുറിക്കേണ്ട കാര്യമുണ്ടോ? മൊബൈലിൽ നോട്ട് ചെയ്ത് വെച്ചാ പോരെ. അത് അമ്മൂമ്മക്ക് ഇങ്ങനെ കണക്ക് ചെയ്ത് ഇങ്ങനെ എഴുതി കൊടുക്കണം. പേപ്പറിലെ കള്ളക്കണക്കല്ലേ? ഏജ് പോലെ അവിടുന്ന് അല്ലേ. ഇതേ സംഭവം എന്തെന്ന് വെച്ചാലേ, നമ്മുടെ അവിടെ കുറച്ച് വിറക് കിടന്നു, ഒരു പിക്കപ്പിനുള്ള വിറക്. അത് നമ്മുടെ വിഷ്ണു ഹോട്ടലിലോട്ട് കൊണ്ടുപോയി. പക്ഷെ അവന്മാർ ഇതുവരെയായിട്ടും കാശ് തന്നിട്ടില്ല. 2-3 ദിവസമായി. അപ്പൊ അതിന്റെ കാര്യം ഒന്ന് സംസാരിക്കണം, വിളിച്ച അതിന്റെ കാര്യം വിചാരിച്ചിരിക്കുക. അളിയാ അളിയന് ഇന്നെന്താ പരിപാടി? എനിക്ക് പരിപാടി എന്ന് പറയാൻ എന്തൊരു കണക്ക് എഴുതിക്കൊണ്ടിരിക്കണം, അത് തന്നെ, വേറെ പരിപാടി ഒന്നുമില്ല. എന്താണേലും ഇന്ന് ലെറ്റേഴ്സ് വരാൻ വൈകിട്ടാവും. ഓ നമുക്കൊരു കാര്യം ചെയ്താലോ? കണക്ക് കാര്യങ്ങളെല്ലാം പടവലത്ത് പോയിരുന്നു എഴുതിയാലോ? അതിന്റെ കൂടെ നമ്മൾ ഇന്ന് വിഷ്ണു ഹോട്ടലിൽ പോകുന്നു, നീ പറഞ്ഞ വിറകിന്റെ കാര്യം ചോദിക്കുന്നു, അവിടെ നൂണ് കഴിക്കുന്നു, ഊണിന്റെ കൂടെ ബീഫ് കറി മേടിക്കുന്നു, കഴിക്കുന്നു. ഏത് சித்து, விஷ்ணு ஹோட்டல் தானே? அங்கத்த சாப்பாடு ரொம்ப அருமையா இருக்கும், சாப்பிட வேண்டியது. വേണ്ടല്ലേ, ഞാൻ വിചാരിച്ച് പോവാന്ന് വിചാരിച്ചു, പക്ഷെ സെറ്റ് ആവില്ല, ഇത്ര നേരമായില്ലേ. ഇനിയിപ്പോ ഇന്ന് പോയി കഴിഞ്ഞാൽ ഒരു പേര് ഞഞ്ഞാവിഞ്ഞായിരിക്കും. എടാ അവിടെ പോയിരുന്ന് കണക്ക് നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും, അതുകൊണ്ട് പറഞ്ഞതാ. എടാ പോവാടാ വാടാ. டே கேசு, என்னடா இது? சித்து ஆசைப்பட்டான்ல, கூட்டிட்டு போடா. കൂട്ടിട്ട് പോവാനാ? നമുക്ക് ആലോചിക്കളെ, ആദ്യം കണക്ക് എഴുതി കഴിയിട്ട്. போறதா இருந்தா எங்கிட்ட சொல்லுங்க, அரிசி கம்மியா போட்டா போதும்ல. പറയാട്ടോ. போயிட்டு வா. അളിയാ നമുക്കേ വിഷ്ണു ഹോട്ടലിൽ നിന്ന് നല്ല ഊണ്, ബീഫ് കറി ഒക്കെ പാർസൽ എടുത്തിട്ട് പടവലത്ത് ആറ്റുതീരത്ത് പോയി ഇരുന്ന് കഴിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? എടാ ഒരു ചേഞ്ച് അല്ലേ, ഇതൊക്കെ ഒരു രസമല്ലേ? ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് അവിടെ പോയി കഴിക്കണേ. ആ പ്രകൃതിപരമായിട്ട് ആറ്റുതീരൊക്കെ നോക്കി കഴിക്കുമ്പോ നല്ല വൈബാ. കൂട്ടത്തി 2 ബിയറും. എടാ കൂട്ടത്തിൽ 2 ബിയറും. അങ്ങനെ വരട്ടെ. ചുരുക്കാൻ പറഞ്ഞ അളിയൻ ഇപ്പൊ ബിയർ അടിക്കണം അല്ലേ? എനിക്ക് മാത്രം അല്ലടാ, നിനക്കും നിനക്കും എനിക്കാ. അളിയ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ചുമ്മാ എന്താ അമ്മായി അമ്മായിയാ? എന്താ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ നീ? അല്ല ഉണ്ട്, പിന്നെ ടക്കനെ പുറകെ വന്ന് പേടിച്ചൂല്ലേ? ഓ ഓ ഓ എന്ത് കാര്യം ഇവിടെ പറഞ്ഞോടുന്ന്? എന്ത് കാര്യം? അല്ല പെട്ടെന്ന് നിർത്തി. ഞങ്ങളെ നിർത്തി ഇല്ല, ഒരു കാര്യമില്ല അമ്മായി, നമ്മളിങ്ങനെ ചുമ്മാ നമ്മളെ ഈ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. സിദ്ധുവേ, ഇവൻ വല്ല പണിയും ഒപ്പിക്കും, വെറുതെ കൊണ്ടുപോയി തല വെച്ചു കൊടുക്കല്ലേ. എങ്ങനെ ഇരിക്കണ്? ഞാൻ പണിയൊപ്പിക്കും അല്ലേ അളിയാ? ഞാൻ നന്നായി നന്നായി നന്നായി. ഇവിടെ മിണ്ടാതെ കണക്ക് പോയിക്കൊണ്ടിരുന്ന ഇപ്പൊ നമ്മള് പ്രതി. അതെ, നീ മിണ്ടാതെയാണ് എല്ലാം ചെയ്യണേ. സൈലന്റ് ആയിട്ട് പണി ഒപ്പിക്കും, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഇട്ട് പണി കൊടുക്കും. അത് അമ്മായി പറഞ്ഞത് കറക്റ്റാ. അണ്ടർഗ്രൗണ്ടിൽ കൂടെ പണി നടത്താനേ യവൻ കഴിഞ്ഞേ ഉള്ളൂ, മറ്റാരും അല്ലേ? ഞാൻ ഇവിടെ ഇരുന്ന ശരിയാവില്ല, ആളെവരുടെ സ്വാമി, ഞാൻ പോണം. നീ അവിടെ പോണം, അവിടെ ഇരി. നമ്മള് ചർച്ച ചെയ്തോണ്ടിരുന്നത് തീരുമാനമായില്ല.
ചർച്ചയായിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയേക്കാം. അല്ല, ഞാൻ വന്നോണ്ടായിരിക്കും നിങ്ങൾ നിർത്തിയത്. പൊക്കോ. ശരി ശരിയേ. ബൈ 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 ബൈ. അളിയാ എങ്ങനെയാ അപ്പൊ കാര്യങ്ങൾ ബാക്കി? എന്തോന്ന് കാര്യമൊന്നും. വിഷ്ണു ഹോട്ടലിൽ പോകുന്നു, ഊണ്, ബീഫ് കറി, 2 ബിയർ, ആറ്റും തീരം, വൈബ് പൊളിച്ചടിക്കാൻ നമ്മൾ തിരിച്ചു വരുന്നു. എന്റെ പൊന്നളിയാ, അളിയന് കഴിക്കണമെങ്കിൽ അളിയൻ കഴിച്ചോ, പ്രശ്നമില്ല. പക്ഷെ അറിയാല്ല, കഴിച്ചു കഴിഞ്ഞാൽ ലച്ച് വെച്ച് പിടിക്കും, പിടിച്ചു കഴിഞ്ഞാൽ ഏറി നിർത്തും. എന്നാ പിന്നെ അളിയന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? സത്യം പറയണ ഈ അളിയന്റെ അടുത്ത്, അറിയാലേ നീ ഇതേവരെ ബിയർ കഴിച്ചിട്ടില്ല? സത്യം പറയണ അളിയാ. ഞാൻ ഇവിടെ ആരോട് പറയാനാ? നീ പറഞ്ഞോ? ഇല്ലല്ലേ, ഞാൻ നിർബന്ധിക്കാന്ന് പറഞ്ഞോ. കുഴപ്പമില്ലടാ, എന്റെ അളിയനല്ലടാ നീ. പറ. ആ ഈ കഴിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാല് ചോദിച്ചാ പണ്ടേ പിള്ളേരെല്ലാം കൂടി ഇരുന്ന സമയത്ത് അവന്മാര് ഞാൻ കൊറേ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടാ നീ ഒന്ന് കൂടി ടേസ്റ്റ് അറിയും, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ചിനി നീ കുടിച്ചോ? അല്ലയാ ടേസ്റ്റിന് വേണ്ടി കുറച്ച്, എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നപ്പോൾ തന്നെ അതിനുള്ള എല്ലാം അവിടെ കിട്ടി. ഞാൻ പറഞ്ഞ് അബദ്ധം പറ്റി, കുറച്ച് ടേസ്റ്റ് ചെയ്ത് പോയെന്ന്. പിന്നെ പൊന്നളിയാ അതോടെ നിർത്തി. അങ്ങനെയാണെങ്കിലേ നമുക്കൊന്ന് മനസ്സ് തുറക്കണം. എന്തായിരുന്നു ഇറടിച്ചോണ്ടേ ഒന്ന് മനസ്സ് തുറക്കണമെന്ന് എന്നെ പൊന്നളി അടിച്ചൊന്നുമില്ല. നമ്മളെന്ത് പറയണ കഴിഞ്ഞ പരിപാടി അതേ ഉള്ളൂ. എന്താളിയാ ചോദിച്ചതാ. എന്നാലേ ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ പോയിട്ട് ബാക്കി കണക്ക് ഞാൻ റൂമിൽ ഇരുന്നായിരിക്കും. കള്ളക്കണക്ക് ഒരു സിപ്പല്ലേ? ഇല്ലളിയാ, ഇത് മൊത്തം കുടിക്കണം. അതൊരു സിപ്പ്.